ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. സ്നേഹവും സാഹോദര്യവുമാണ് ക്രിസ്തുവിന്റെ സന്ദേശമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ആശയത്തെ ശക്തിപ്പെടുത്താൻ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. The teachings of Lord Christ celebrate love, harmony and brotherhood. It is important that we all work to make this spirit stronger. But it pains my heart when there are attempts to spread violence and cause disruption in society. കർദിനാളായി സ്ഥാനമേറ്റ മാർ ജോർജ് ജേക്കബ് കൂവക്കാടിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വൈദ്യശാസ്ത്ര മേഖല കേവലം ഉപജീവനത്തിനുള്ള മാർഗം മാത്രമല്ലെന്നും സാമൂഹ്യ സേവനത്തിനുള്ള അവസരമാണെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു ഡൽഹിയിൽ നടന്ന വർദ്ധമാൻ മഹാവീർ മെഡിക്കൽ കോളേജിലെ 8ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഡോക്ടർമാർ രോഗികളോട് മനുഷ്യത്വപരമായി പെരുമാറണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്ത് കഴിഞ്ഞ 1.5 വർഷത്തിനിടെ 10 ലക്ഷത്തോളം യുവാക്കൾക്ക് സർക്കാർ ജോലി നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 14ാമത് റോസ്ഗർ മേളയിൽ വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിൽ 71,000-ത്തിലധികം പേർക്ക് നിയമനപത്രം കൈമാറുന്ന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൂർണ്ണ സുതാര്യതയോടെയാണ് നിയമനങ്ങൾ നൽകിയത്. ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ISROയുടെ സ്പാഡെക്സ് മിഷൻ ഈ മാസം 30-ന് വിക്ഷേപിക്കും. PSLV C-60 വിക്ഷേപണ വാഹനമാണ് ഉപഗ്രഹങ്ങളെ വഹിക്കുക. ഈ മാസം 30-ന് രാത്രി 9:58-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപണം. കേന്ദ്ര ഊർജ്ജ നഗരകാര്യ മന്ത്രി മനോഹർ ലാൽ കൊച്ചിയിൽ വാട്ടർ മെട്രോയുടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. രാജ്യത്തെ നഗര ഗതാഗത മേഖലയിൽ മെട്രോയുടെ പങ്ക് വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു. മെട്രോ സംവിധാനം പ്രായോഗികമല്ലാത്ത കേരളത്തിലെ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ സംവിധാനം RRTS ആണെന്ന് ശ്രീ മനോഹർ ലാൽ അഭിപ്രായപ്പെട്ടു. വനനിയമ ഭേദഗതിയിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. സർക്കാരിന് മുൻവിധി ഇല്ലെന്നും ഇപ്പോഴുള്ളത് അനാവശ്യ വിവാദമാണെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. സബ്ജക്ട് കമ്മിറ്റി ശുപാർശ ചെയ്ത രൂപത്തിലാണ് ബിൽ നിയമസഭയിൽ വരികയെന്നും വിവാദങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്തിരിയണമെന്നും അദ്ദേഹം പറഞ്ഞു. വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ ശ്യാം ബെനഗൽ മുംബൈയിൽ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. 2005-ൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായിട്ടുണ്ട്. 1976-ൽ രാജ്യം പത്മശ്രീയും 1991-ൽ പത്മഭൂഷണും നൽകി ആദരിച്ചു. മൻഥൻ, സുബൈദ, സർദാരി ബീഗം തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി ജസ്റ്റിസ് B. രാമസുബ്രഹ്മണ്യനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള സുപ്രീംകോടതി മുൻ ജഡ്ജിയാണ് അദ്ദേഹം. പ്രിയങ്ക കനൂങ്കോ, ഡോക്ടർ ജസ്റ്റിസ് വിദ്യുത് രഞ്ജൻ സാരംഗി എന്നിവരെയും കമ്മീഷൻ അംഗങ്ങളായി നിയമിച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ 6 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ അമേരിക്കയിലെത്തും. സന്ദർശനവേളയിൽ ഉഭയകക്ഷി പ്രാദേശിക ആഗോള വിഷയങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യും. അമേരിക്കയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽമാരുടെ സമ്മേളനത്തിലും അദ്ദേഹം അധ്യക്ഷനാകും. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ഇന്ന് രാത്രി കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ രാത്രി വിശ്രമിക്കും. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി സന്നിധാനത്ത് ദേവസ്വം ജീവനക്കാരുടെ കർപ്പൂര ദീപ ഘോഷയാത്ര നടന്നു. അതിനിടെ ശബരിമല കാനനപാതയിലൂടെയുള്ള സഞ്ചാര സമയം ദീർഘിപ്പിച്ചു. മുക്കുഴി, അഴുതക്കടവ് പാതകളിലെ സഞ്ചാര സമയം 1 മണിക്കൂറാണ് ദീർഘിപ്പിച്ചത്. പാലക്കാട്ടെ സർക്കാർ സ്കൂളുകളിലെ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ സംഭവത്തിൽ സംസ്ഥാന സർക്കാർ ശക്തമായ നടപടിയെടുക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്ത സംഭവമാണ് നടന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവങ്ങൾ പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി അറിയിച്ചു. ക്രിസ്തുമസ് നവവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരിയിൽ വസന്തോത്സവത്തിന് മറ്റന്നാൾ തുടക്കമാകും. മന്ത്രി PA മുഹമ്മദ് റിയാസ് കനകക്കുന്നിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വസന്തോത്സവം അടുത്ത മാസം 3-ന് സമാപിക്കും. ദീപാലങ്കാരത്തിനൊപ്പം പുഷ്പമേള, ട്രേഡ് ഫെയർ, ഫുഡ് കോർട്ട്, അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയും ഒരുക്കും. 5-8 ക്ലാസുകളിലെ നോ ഡിറ്റൻഷൻ നയം റദ്ദാക്കി കേന്ദ്ര സർക്കാർ. മുൻപ് 5-8 ക്ലാസുകളിലെ വാർഷിക പരീക്ഷയിൽ പരാജയപ്പെട്ടാലും അടുത്ത ക്ലാസുകളിലേക്ക് സ്ഥാനക്കയറ്റം നൽകുമായിരുന്നു. എന്നാൽ പുതിയ നയമനുസരിച്ച് പരാജയപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് 2 മാസത്തിനുള്ളിൽ പരീക്ഷ എഴുതാൻ വീണ്ടും അവസരം നൽകും. തുടർന്നും പരീക്ഷയിൽ പരാജയപ്പെടുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കില്ല. എന്നാൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതുവരെ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കില്ലെന്നും വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.